ഈ കൊറോണ വർക്ക് ഫ്രം ഹോം കാലഘട്ടത്തിൽ ഇതേമാതിരി കറുത്തിരുണ്ട ആകാശം കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു പേടിയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോകുമോ, അത് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് കട്ടാവും, നെറ്റ് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് മുടങ്ങും, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അഴിച്ചുപണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ അൻസൽ മൻസൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ പുള്ളിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. പുള്ളിയുടെ വീട്ടിൽ ഒരു റൗട്ടറുണ്ട്, നെറ്റ് കണക്ഷൻ വരുന്ന റൗട്ടറുണ്ട്. അത് കൊടുത്തിരിക്കുന്ന പുള്ളി ഇൻവെർട്ടർ ലൈനിൽ കൂടെയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോകുമ്പോഴത്തേക്കും ഇൻവെർട്ടർ സ്വിച്ച് ചെയ്യുന്ന സമയം കൊണ്ട് റൗട്ടർ ഓഫായിട്ട് ഓണായി വരും, പുള്ളിയുടെ നെറ്റ് കട്ടാവുകയും പുള്ളി ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഇൻറ്ററപ്റ്റ് ആവുകയും ചെയ്യും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നമ്മുടെ യു പി എസിൻ്റെ ബാറ്ററിയിൽ ഞാൻ 2 ടെർമിനൽ കുത്തി വെച്ചിട്ടുണ്ട് മൾട്ടിമീറ്ററിൻ്റെ. അപ്പോൾ നമ്മുടെ കറണ്ട് ബാറ്ററി വോൾട്ടേജ് എത്രയാണെന്നുള്ളത് കാണിക്കും. ഇത് നമ്മുടെ റൗട്ടറാണ്, സിസ്കോൻ്റെ റൗട്ടറാണ്, ഹോം റൗട്ടറാണ്. അപ്പോൾ പലരുടെയും വീട്ടിൽ ഇടയ്ക്ക് ഡിസ്കണക്റ്റ് ആവുന്നതാണ് പ്രശ്നം. അപ്പോൾ നമുക്കിത് നോക്കാം, ഇത് എത്ര പവർ വലിക്കേണ്ടതെന്ന് അറിയാനായിട്ട്. ഇത് ഞാൻ നമ്മുടെ ഹോപ്പി മീറ്ററിലാണ് കുത്തിയിരിക്കുന്നത്. ഹോപ്പി മീറ്ററിൽ ഇവിടെ നമുക്ക് ആംബിയർ പവർ എത്ര വാട്ട്സാണ് വലിക്കുന്നത് അതൊക്കെ കാണിക്കും. ഇവിടെ ഞാനൊരു സ്റ്റോപ്പ് വാച്ചും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെർട്ടർ ഓൺ ചെയ്യും. ഇൻവെർട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുകയാണ്. നമുക്ക് നോക്കാം എത്ര നേരം കഴിയുമ്പോഴാണ് ഇത് ഡിസ്കണക്റ്റ് ആവുന്നത്. ബാറ്ററി ഡൗൺ ആയിട്ടാണോ ഡിസ്കണക്റ്റ് ആവുന്നത്, അതോ അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആവുന്നതെന്ന് നോക്കാം. അങ്ങനെ 5 മിനിറ്റിൽ ലോഡില്ലാതെ യു പി എസ് കട്ട് ഓഫ് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഈ യു പി എസ് എങ്ങനെ ഹാക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ 12 വോൾട്ട് ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ റൗട്ടർ അങ്ങനെയുള്ള ചെറിയ വളരെ പവർ കുറഞ്ഞ് വർക്ക് ചെയ്യുന്ന, വളരെ കുറവ് പവറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. പലരും നമ്മുടെ അടുത്ത് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ട്, അഴിച്ചുപണിയുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള മണിയുടെ സംഭവം അത് ഓളിലാണോ ഇട്ടേക്കണം എന്നുള്ളതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. അതല്ലാത്തവർ ഒരു പണി ചെയ്താൽ മതി, ബ്രൗസറിലോ അല്ലെങ്കിൽ യൂട്യൂബ് ആപ്പിലോ ചെല്ലുക, അതിൽ അഴിച്ചുപണി എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് ഒരു ലൈക്ക് ഒരു കമൻറ്റ് ഇട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ തൊട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു ഇലക്ട്രോണിക്സ് ന്യൂബിന് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ന്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാർക്ക്, അതല്ല ഞാൻ പറയുന്ന പാർട്സുകൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അസംബിൾ ചെയ്യാവുന്ന കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പാർട്സായിട്ട് വരുന്ന 3 സെനറുകളാണ്. 9.1 വോൾട്ട്, 12 വോൾട്ട്, 11 വോൾട്ട്. ഇത് റീപ്ലേസ്മെൻറ്റ് കമ്പോണൻസ് ഇല്ലാത്തതാണ്, ശരിക്കും ഇതേ വാല്യൂസ് തന്നെ വേണം. പിന്നെ വരുന്ന 470 ഓമിൻ്റെ റെസിസ്റ്ററാണ്, പിന്നെ ഒരു 10Kൻ്റെ റെസിസ്റ്റർ, പിന്നെ ഒരു ഏതെങ്കിലും ട്രാൻസിസ്റ്റർ മതി. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് 2N2222 ആണ്. പിന്നെ ഒരു 1 ആംപിയറിൻ്റെ ഏതെങ്കിലും ഡയോഡ് റിലേ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, പിന്നെ ഒരു 12 വോൾട്ട് റിലേ, അതുകൂടാതെ ഒരു ഡോട്ടഡ് PCB.
അപ്പോൾ നമ്മുടെ കുട്ടി സർക്യൂട്ട് ബോർഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സംഭവം സർക്യൂട്ട് ബോർഡ് എന്തിനാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10.5 വോൾട്ടിന് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിലേ കട്ട് ഓഫ് ആവും, നമ്മുടെ ബാറ്ററി തീരെ ഡ്രെയിനായി പോവില്ല. അതേമാതിരി തന്നെ പിന്നെ ആ കട്ട് ഓഫ് ആയത് 10.15 കട്ട് ഓഫ് ആയത് തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ അത് 12.3 12.3 വോൾട്ടിന് മേലെ ബാറ്ററി വോൾട്ടേജ് എത്തിയാൽ മാത്രമേ പിന്നെ നമ്മുടെ സർക്യൂട്ട് ഓൺ ആവുള്ളൂ. ഇനി നമുക്കിത് UPS ഫിറ്റ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് ഞാൻ 12 വോൾട്ടിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഫ്യൂസും കൂടെ ഇട്ടിട്ടാണ് നമ്മുടെ സർക്യൂട്ട് ഡ്രൈവ് ചെയ്യിക്കാൻ പോകുന്നത്. പിന്നെ അത് കൂടാണ്ട് ഒരു സോക്കറ്റും കൂടെ മേടിച്ചിട്ടുണ്ട് നമുക്ക് ഔട്ട് എടുക്കാൻ, പിന്നെ ഒരു സ്വിച്ചും, അതായത് ഈ സർക്യൂട്ട് കൺട്രോൾ ചെയ്യാനായിട്ടൊരു സ്വിച്ചും. ഈ സോക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു നല്ല സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വോൾട്ടിൻ്റെ സിഗരറ്റ് ലൈറ്റർ സോക്കറ്റ് ആയിരിക്കും ഇത്തിരി കൂടെ നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ സോക്കറ്റുകളൊക്കെ പിടിപ്പിക്കാനുള്ള ഹോള് തുളയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോക്കറ്റിൻ്റെ നട്ടുകൾ വരും, ആ നട്ടിൻ്റെ അളവ് എടുത്തിട്ട് നമ്മുടെ UPS മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ UPS വയറുകൾ കൊടുക്കാം, ബാറ്ററി ഔട്ട് എടുക്കാനുള്ള വയറുകൾ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബാറ്ററി പോസിറ്റീവ് ടെർമിനലാണ് നോക്കിയിരിക്കുന്നത്. അത് ബോർഡിൽ സോൾഡർ ചെയ്യുന്ന പോയിന്റിൽ നിന്നാണ് നമ്മൾ നമ്മുടെ വയർ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, വയറിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് 0.5 ഓട്ടോമോട്ടീവ് വയറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫിനോലെക്സിൻ്റെ വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇനി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിങ് വരുന്നത് ഫസ്റ്റ് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നേരെ ഫ്യൂസിലേക്ക് പോകും, ഫ്യൂസിൽ നിന്ന് സ്വിച്ചിലേക്ക് പോകും, സ്വിച്ചിൽ നിന്നാണ് നമ്മുടെ കൺട്രോൾ മോഡ്യൂൾ, അതായത് നമ്മുടെ പ്രൊട്ടക്ഷൻ ബോർഡിലുള്ള ബാറ്ററി പ്രൊട്ടക്ഷൻ ബോർഡിലേക്ക് പോകുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് ആണ് നമ്മുടെ അഡാപ്റ്റർ അല്ലെങ്കിൽ 12 വോൾട്ട് ഔട്ടായിട്ട് നമുക്ക് കൊടുക്കുന്നത്. ഗൈസ്, അപ്പോൾ സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ UPS തുറന്നിരിക്കുന്നത്. ഈ ബാറ്ററി പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ഊരി എടുത്തേക്കാണ്. അതായത് ഈ ബാറ്ററി പോസിറ്റീവും നെഗറ്റീവും 2 വയർ വലിച്ചേക്കുവാണ്. അത് ഞാൻ ഇവിടെ നിന്ന് വലിക്കേണ്ടതിന് പകരം ഞാൻ ഡയറക്റ്റ് ബോർഡിൻ്റെ അടിയിൽ സോൾഡർ ചെയ്ത് കൊടുത്തേക്കാണ് വയർ. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ക്ലിപ്പ് രണ്ടാമത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്ഷനിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ബോർഡ് വരിയിട്ട് ബോർഡിൻ്റെ താഴത്ത് നമ്മൾ സോൾഡർ ചെയ്തേക്കണതാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം ആ വയർ നേരെ വന്നിട്ട് നമ്മുടെ ഫ്യൂസിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഇതൊരു ഫ്യൂസാണ്, ഫ്യൂസിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഉണ്ടോ? ഫ്യൂസിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഫ്യൂസിലേക്ക് വന്ന് കയറിയതിന് ശേഷം ആ ഫ്യൂസിൽ നിന്ന് വരുന്ന കണക്ഷൻ നമ്മുടെ സ്വിച്ചിലേക്കാണ് വരുന്നത്. ഇത് പുഷ് ടു ഓൺ പുഷ് ടു ഓഫ് സ്വിച്ചാണ്. ഇത് നമ്മുടെ ചെറിയ ഒരു 12 വോൾട്ട് ഔട്ടിന് ജാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജാക്കിന് പകരം നിങ്ങൾ സിഗരറ്റ് ലൈറ്റർ അല്ലേ, നമ്മുടെ കാറിലെ സിഗരറ്റ് ലൈറ്റർ പോർട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടെ യൂസ്ഫുൾ ആയിരിക്കും. കാര്യം മൾട്ടിപ്പിൾ ഡിവൈസസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോൺ ചാർജറൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാറിൽ കുത്തുന്ന ഫോൺ ചാർജർ ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 12 വോൾട്ടിൻ്റെ ചെറിയൊരു ജാക്കാണ്. നമ്മുടെ കയ്യിൽ സിഗരറ്റ് ലൈറ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു ജാക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പറയുമ്പോൾ എല്ലാ സൈഡും പറയണമല്ലോ. ഇപ്പോൾ പറയും ഇത് ഇത്ര വലിയ പാടുള്ള പരിപാടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊരു റൗട്ടർ എടുത്തിട്ടുണ്ട്. റൗട്ടർ എടുത്തതിന് ശേഷം റൗട്ടറിൻ്റെ ബാക്കിൽ നമ്മൾ ഒരു കണക്ടർ കൊടുത്തേക്കുവാണ്. കണക്ടർ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ കണക്ടറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നോക്കണം. ഇതാണ് നമ്മുടെ കണക്ടർ. കണക്ടറിൻ്റെ ഈ അറ്റം പുറമേയുള്ള അറ്റത്തായിരിക്കും എപ്പോഴും എർത്ത് വരുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്നത്. ഉള്ളിലത്തെ അറ്റത്തായിരിക്കും പോസിറ്റീവ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിമീറ്റർ എടുക്കുക, എന്നിട്ട് കണ്ടിന്യൂറ്റി മോഡിലിടുക. കണ്ടിന്യൂറ്റി മോഡിലിട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ആകുമ്പോഴത്തേക്കും ബീപ്പ് അടിക്കും. ആ മോഡിലിട്ടിട്ട് ഉള്ളിൽ ഈ കണക്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ കണക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ, നീളം കൂടിയതാണ് പോസിറ്റീവ്. അപ്പോൾ നമ്മുടെ പോസിറ്റീവിൻ്റെ പിന്നെ വയർ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പലർക്കും ഇനിയിപ്പോൾ പറയും ഇത് ഇത്ര വലിയ ഹാർഡായിട്ടുള്ള സംഭവമാണോ, ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പം പറയാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൗട്ടർ നമ്മൾ പിന്നെ എന്തിനു ചെയ്തു എന്നുള്ള കേസും പറഞ്ഞുതരാം.
ഇത് വളരെ ലൊട്ടിലൊടുക്കായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ റൗട്ടർ ഇപ്പോൾ നിങ്ങൾ കാണുന്ന റൗട്ടർ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ബാറ്ററിയിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. 12 വോൾട്ട് ബാറ്ററിയിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റൗട്ടറിൻ്റെ ലൈറ്റുകളൊക്കെ ഇപ്പോൾ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. പവർ ലൈറ്റ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. സാധനം വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഉണ്ടോ? പക്ഷേ ഇങ്ങനെ ഞാൻ കൊടുക്കാനായിട്ട് ഒരിക്കലും പറയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 13.5 വോൾട്ടിലാണ് ഇതിൻ്റെ ഫുൾ ചാർജ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും മിനിമം ചാർജ് എന്ന് പറയുന്നത് അതായത് 10 വോൾട്ട് തൊട്ട് 13.5 വോൾട്ട് വരെ ഇത് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ നമ്മുടെ ഈ റൗട്ടറിനൊക്കെ വരുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ്. എന്തുകൊണ്ടാണ് ഇതിന് റെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും 12 വോൾട്ട് ഔട്ട് തരുള്ളൂ. ഇതേമാതിരി 10 വോൾട്ട് തൊട്ട് 13.5 വോൾട്ട് വരെ അതിൻ്റെ വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ബാറ്ററിയിൽ ഇപ്പോൾ കൊടുത്ത മാതിരി കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളുടെ റൗട്ടർ പുകഞ്ഞു പോകാനേ ചാൻസ് ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ കുറച്ച് നാൾ വർക്ക് ചെയ്യുമായിരിക്കും, പക്ഷേ അതിന് ശേഷം പിന്നെ പുകഞ്ഞു പോകാനേ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ബാറ്ററിയുടെ ജസ്റ്റ് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ചെക്ക് ചെയ്തതെന്ന് 12 സംതിങ് കണ്ടതുകൊണ്ടാണ് ഞാൻ റൗട്ടർ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തത്. ശരിയാണ്, 12.43 ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റൗട്ടർ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അടുത്ത ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഇത് ഡയറക്റ്റ് ബാറ്ററിയുടെ ഔട്ട് തന്നെയല്ലേ, അപ്പം ഇതിലും ഫ്ലക്ച്വേഷൻ വരില്ലേ എന്ന് ചോദിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു നമുക്ക് വേണ്ടതൊരു DC to DC ബക്ക് കൺവേർട്ടർ വേണമെന്ന് പറഞ്ഞിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജാക്കിൽ, നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ജാക്കിൽ നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലെ പൊട്ടൻഷ്യോമീറ്റർ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വോൾട്ട് തൊട്ട് 35 വോൾട്ട് വരെ ഇതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഐറ്റം ഈ ചെറിയ സർക്യൂട്ട് എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഈ 13.5 വരുമ്പോഴത്തേക്കും ബാറ്ററി ഫുൾ ചാർജ് ആവും. അതേമാതിരി തന്നെ 9 വോൾട്ട് 10 വോൾട്ട് ആകുമ്പോഴത്തേക്കും ശരിക്കും ഈ ബാറ്ററി കട്ട് ഓഫ് ആവണം. 10 വോൾട്ട് ശരിക്കും കട്ട് ഓഫ് ആവണം. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ വെച്ച് കഴിഞ്ഞാൽ 9 വോൾട്ട് ആണെന്നുണ്ടെങ്കിലും അതിനെ 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞു. അപ്പം ഈ ബാറ്ററി കേടാവുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്. 10 വോൾട്ടിന് താഴെ വന്നു കഴിഞ്ഞാൽ ഈ ബാറ്ററി കുറച്ച് നാൾ ഓടിച്ചു കഴിഞ്ഞാൽ കേടാവും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്നാമത്തെ സർക്യൂട്ട് വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ സർക്യൂട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ വോൾട്ടേജ് കട്ട് ഓഫ് ആണ്. പിന്നെ അത് മാത്രമല്ല, ശരിക്കും ഇത് അത്യാവശ്യം കുറച്ച് തല പുകച്ചിട്ട് ചെയ്തൊരു സർക്യൂട്ടാണ്. സാധാരണ നമ്മൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്യൂട്ട് കാണാം. ആ സർക്യൂട്ടുകളൊക്കെ നിങ്ങൾ ഒരു തവണ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ നിങ്ങളൊരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം ഓൺ ചെയ്യാനായിട്ട്. ഇതങ്ങനെയല്ല. ഇത് നിങ്ങളുടെ ബാറ്ററി ഡിസ്ചാർജ് ആയി ഇപ്പോൾ ഇതൊരു 8 മണിക്കൂറോളം ഈ UPS നിന്ന് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തോളും. എൻ്റെ കണക്ക് വെച്ച് 8 മണിക്കൂറോളം എന്തായാലും ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങളുടെ റൗട്ടർ വർക്ക് ചെയ്യും ഈ സാധനത്തിൽ. അപ്പം ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ ബാറ്ററി ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. പിന്നീട് ചാർജ് ആകുമ്പോഴത്തേക്കും 12.5 വോൾട്ട് ആകുമ്പോൾ അത് ഓണായി വരും. അതാണ് ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത. നമുക്കൊരു പണി ചെയ്യാം. നമ്മളിപ്പോൾ ഒരു LED എടുത്തിട്ട് നമ്മുടെ ഒരു കണക്ടറും എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു വയറും അതിൻ്റെ തുഞ്ചത്തെ LED കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ UPSൻ്റെ ബാക്കിലെ പോർട്ടിൽ കുത്താം, എന്നിട്ട് അത് ഓൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ LED കത്തുന്നുണ്ട്, ഓഫ് ആവുന്നുണ്ട്. ഇനി ഒരു പണി ചെയ്യാം, നമ്മുടെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ എടുക്കാം. ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇന്നെന്ന് പറഞ്ഞ പോർട്ടിലേക്ക് നമുക്ക് ഈ വയർ കണക്ട് ചെയ്യാം. അപ്പോൾ റെസിസ്റ്റർ വരുന്ന വശം പോസിറ്റീവാണ്. ഇനി വേണ്ടത് നമ്മുടെ ഈ ഔട്ട്പുട്ടിൽ വരുന്നതിൽ നമ്മൾ ചുമന്ന വയറിൽ നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ ചുമന്ന പ്രോബും കുത്തും, നീല വയറിൽ നീല പ്രോബും ചുറ്റി വയ്ക്കുകയാണ്. നീല പ്രോബിൽ കറുത്ത വയറും ചുറ്റി വയ്ക്കുകയാണ്. കറുത്ത പ്രോബിൽ നീല വയറും ചുറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മളിത് വോൾട്ടേജ് മോഡിലിട്ടിട്ട് തിരിച്ച് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൽ ലൈറ്റ് കത്തുന്നുണ്ട്, നമ്മുടെ LED കത്തുന്നുണ്ട്. ഔട്ട്പുട്ട് വരുന്നത് 4.8 വോൾട്ടാണ്, 87. അപ്പോൾ ഇത് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ ഈ ട്രിമ്മർ പോർട്ട് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യും. ഇപ്പോൾ ഇത് കുറഞ്ഞു, 4.5 ആയി, 4.4 ആയി. നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ അത് കൂടുന്നതായിട്ട് കാണാം, ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ കൂടുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 12.1 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, 12.1 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാം. നമ്മുടെ കണക്ഷൻ എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്തിട്ട് ചെയ്യുള്ളൂ. ഇതിൻ്റെ
പൊളാരിറ്റി നമ്മൾ റൗട്ടറിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ റൗട്ടർ കത്തിപ്പോവും. അതുകൊണ്ട് എപ്പോഴും പൊളാരിറ്റി ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. നടുക്കത്തെ പിന്ന് പോസിറ്റീവ്, സൈഡിലത്തെ പിന്നെ നെഗറ്റീവ്. നടുക്കത്തെ കുഴി എപ്പോഴും പോസിറ്റീവാണ്, ഈ സൈഡിൽ വരുന്ന ചുറ്റ് നെഗറ്റീവാണ്. അപ്പോൾ എപ്പോഴും കണ്ടിന്യൂറ്റിയിലിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. നീളനാണ് പോസിറ്റീവ്, അപ്പോൾ നീളം ചുവന്ന വയറിൽ കൊടുക്കണം. ബ്ലൂ വയർ വരുന്നത് നെഗറ്റീവിൽ കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ റൗട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റൗട്ടർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പവർ വന്നിട്ടുണ്ട്, ബ്ലിങ്കിങ് കാണാം, കണ്ടോ? അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് ഇടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഒരു മിനിറ്റ്, എനിക്കറിയാം നിങ്ങളെന്താ ഇപ്പോൾ നോക്കി സംശയിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളത്. ഇതെല്ലാം വർക്ക് ചെയ്തതിന് ശേഷം ഈ UPS ഓൺ ചെയ്ത് കാണിച്ചില്ല. ഇത് ഇയാൾ നശിപ്പിച്ചിട്ടുണ്ടാവുന്നല്ലേ, കാണിച്ചുതരാം. ഓക്കെ, ഇത് നമ്മുടെ ഹോപ്പി മീറ്ററാണ്. നമ്മൾ എന്താ അതിൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇനി ഞാൻ വേണമെങ്കിൽ കറണ്ടും ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ടോട്ടൽ 237.4 വോൾട്ട് കാണിക്കുന്നുണ്ട്. 50 ഹെർട്സ് ആണ്. വാട്ട്സ് ഒന്നും എടുക്കുന്നില്ല, നമ്മളൊന്നും കുത്തിയിട്ടില്ല, അതുകൊണ്ട് വാട്ട്സ് ഒന്നും എടുക്കുന്നില്ല.